സംസ്ഥാന രാഷ്ട്രീയത്തിലെ പ്രധാന വിഷയങ്ങളെ ചൊല്ലി മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും തമ്മിലുള്ള വാഗ്വാദം പുതിയ തലത്തിലേക്ക് എത്തുകയാണ്. പരസ്പരം സംവാദത്തിന് ക്ഷണിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിന് മറുപടിയായി മുഖ്യമന്ത്രി പിണറായി വിജയനും രംഗത്തെത്തിയതോടെ പോരുമുറുകി. താൻ ഉന്നയിച്ച സുപ്രധാന ചോദ്യങ്ങൾക്കൊന്നും കൃത്യമായ മറുപടി നൽകാൻ വി.ഡി. സതീശന് കഴിഞ്ഞിട്ടില്ലെന്നും പകരം അദ്ദേഹം വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ നിരത്തുകയാണെന്നും മുഖ്യമന്ത്രി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആരോപിച്ചു. ഇന്നലെ താൻ ഉന്നയിച്ച ചില ചോദ്യങ്ങൾക്ക് മറുപടി എന്ന മട്ടിൽ പ്രതിപക്ഷ നേതാവ് ഇന്ന് ഫേസ്ബുക്കിൽ ചില കാര്യങ്ങൾ കുറിച്ചിട്ടുണ്ട്. എന്നാൽ ഉന്നയിക്കപ്പെട്ട ഒരു ചോദ്യത്തിന് പോലും ദൗർഭാഗ്യവശാൽ അതിൽ ഉത്തരം കാണുന്നില്ലെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശിച്ചത്. പകരം വസ്തുതാവിരുദ്ധവും അബദ്ധ ജടിലവുമായ കുറെ കാര്യങ്ങളാണ് നിരത്തുന്നത്. ഞാൻ ഉന്നയിച്ച ഒരു വിഷയത്തിൽ പോലും കൃത്യമായ മറുപടി പറയാൻ കഴിയാത്തതിനെ പരിതാപകരം എന്നേ വിശേഷിപ്പിക്കാനാകൂ എന്നാണ് മുഖ്യമന്ത്രി തന്റെ പോസ്റ്റിൽ കുറിച്ചത്. പ്രതിപക്ഷം എന്നാൽ നശീകരണ പക്ഷമാണ് എന്ന് സ്വയം വിശ്വസിക്കുന്നതിന്റെ ദുരന്തമാണ് ഈ സമീപനമെന്നും മുഖ്യമന്ത്രി ആരോപിച്ചു. എന്തിനേയും എതിർക്കുക എന്നത് നയമായി സ്വീകരിച്ചവർക്ക് ഓരോ വിഷയത്തിലും അവർ സ്വീകരിച്ച നിലപാടുകളെ പിന്നീട് ന്യായീകരിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ വിമർശനം സംസ്ഥാനത്തെ സുപ്രധാന വികസന പദ്ധതികളെ പ്രതിപക്ഷം എതിർക്കുന്നതിനെതിരെയുള്ള ശക്തമായ മറുപടിയായിട്ടാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച സംവാദനത്തിലുള്ള ക്ഷണം പൂർണ്ണമായി ഏറ്റെടുക്കാതെ നേരത്തെ താൻ ഉന്നയിച്ച ചോദ്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തത്. സംസ്ഥാനത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് 12 സുപ്രധാന വിഷയങ്ങളിൽ നിലവിൽ പ്രതിപക്ഷത്തിന്റെ നിലപാട് എന്താണ് എന്ന് വ്യക്തമാക്കണമെന്നും മുമ്പ് സ്വീകരിച്ചതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നും അദ്ദേഹം ഒരിക്കൽ കൂടി അക്കമിട്ട് ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രി വീണ്ടും ഉന്നയിച്ച 12 വിഷയങ്ങൾ ഇവയാണ്. അതായത് 1. ലൈഫ് മിഷൻ, വിഴിഞ്ഞം തുറമുഖം, വയനാട് തുരങ്കപാത, തീരദേശ ഹൈവേ, ക്ഷേമ പെൻഷൻ, ദേശീയപാത വികസനം, ഗെയിൻ പൈപ്പ് ലൈൻ, കിഫ്ബി, അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി, കേരള ബാങ്ക്, കെ-ഫോൺ, ചൂരൽമല, മുണ്ടക്കൈ കൂടാതെ കേരയിൽ. ഈ വിഷയത്തിൽ പ്രതിപക്ഷത്തിന്റെ നിലപാട് വ്യക്തമാക്കിയ ശേഷം മാത്രമേ കൂടുതൽ സംവാദങ്ങൾക്കോ ചർച്ചകൾക്കോ പ്രസക്തി ഉള്ളൂ എന്ന നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചിരിക്കുന്നത്. ലൈഫ് മിഷൻ, വിഴിഞ്ഞം തുറമുഖം, തുരങ്കപാത, ദേശീയപാത വികസനം, തീരദേശ ഹൈവേ, ക്ഷേമ പെൻഷൻ തുടങ്ങിയ വിഷയങ്ങൾ മുൻനിർത്തിയാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയെ സംവാദത്തിന് ക്ഷണിച്ചത്. മുഖ്യമന്ത്രി ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയിട്ടുണ്ടെന്നും കൂടാതെ ചില ചോദ്യങ്ങൾ തിരിച്ചു ചോദിക്കാനുണ്ടെന്നും അതിന് മറുപടി നൽകാൻ മുഖ്യമന്ത്രി തയ്യാറാണോ എന്നും സതീശൻ ചോദിച്ചിരുന്നു. സംവാദത്തിനുള്ള സ്ഥലവും സമയവും മുഖ്യമന്ത്രിക്ക് തീരുമാനിക്കാമെന്നും അദ്ദേഹം അറിയിച്ചിരുന്നു. മുഖ്യമന്ത്രിയുടെയും പ്രതിപക്ഷ നേതാവിന്റെയും ഈ ഫേസ്ബുക്ക് പോരാട്ടം സംസ്ഥാന രാഷ്ട്രീയത്തിൽ ചൂടുപിടിച്ച ചർച്ചകൾക്ക് വഴിയൊരുക്കുകയാണ്. വികസന വിഷയങ്ങളിൽ പ്രതിപക്ഷം സ്വീകരിക്കുന്ന ഇരട്ടത്താപ്പ് തുറന്നുകാട്ടാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നതെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ ഭരണപരമായ വീഴ്ചകളും അഴിമതി ആരോപണങ്ങളും പൊതുജന മധ്യത്തിൽ ചർച്ചയാക്കാനാണ് പ്രതിപക്ഷ നേതാവ് ലക്ഷ്യമിടുന്നത്. പൊതുജന മധ്യത്തിൽ സംവാദത്തിന് തയ്യാറാകാതെ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി ആവശ്യപ്പെടുന്ന മുഖ്യമന്ത്രിയുടെ നിലപാട് വെല്ലുവിളി ഏറ്റെടുക്കാത്തതിന്റെ സൂചനയായി പ്രതിപക്ഷം വ്യാഖ്യാനിക്കാനും സാധ്യതയുണ്ട്. എന്തായാലും കേരളത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് സുപ്രധാന വിഷയങ്ങൾ ഇരു നേതാക്കളും പൊതുമധ്യത്തിൽ ഉന്നയിക്കുന്നതിലൂടെ ഈ പദ്ധതികളെക്കുറിച്ചും രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടുകളെക്കുറിച്ചും കൂടുതൽ വ്യക്തത വരുത്താൻ പൊതുജനത്തിനും സാധിക്കും. മുഖ്യമന്ത്രിയുടെ ചോദ്യങ്ങൾക്ക് പ്രതിപക്ഷ നേതാവ് എന്ത് മറുപടി നൽകുമെന്നും സംവാദത്തിനുള്ള ക്ഷണം സ്വീകരിക്കുമോ എന്നുമാണ് ഇനി കേരള രാഷ്ട്രീയ ലോകം ഉറ്റുനോക്കുന്നത്.